ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം റെസിപ്പീസാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മളൊരു ഗ്രീൻ പീസ് കറി വെക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസ് നിങ്ങൾ ഇങ്ങനെ എല്ലാ കറി വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കലത്തേക്ക് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് 5 ടൈപ്പ് റെസിപ്പീസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള കറികളൊക്കെയാണ്. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ എല്ലാവരും. അപ്പോൾ ഗ്രീൻ പീസ് കറി വെക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 തക്കാളി മുഴുവനായിട്ട് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിന് ശേഷം സവാളയും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് വാടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ വേവിച്ചെടുത്ത തക്കാളിയുടെ മേലത്ത് ആ തൊലിയൊക്കെ പറിച്ച് മാറ്റിയതിന് ശേഷം അത് കയ്യിൽ വെച്ചിട്ട്, മിക്സിയിൽ അടിക്കുന്നൊന്നുമില്ല, കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഉടച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തു. ഗരം മസാല പൗഡർ എൻ്റെ ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് അതിൽ 2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് മുളക് പൊടി ഇട്ടു. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് വഴന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് തന്നെ മസാലയിൽ നമ്മൾ ഉപ്പിടുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആ മിക്സിയുടെ ചാറൊന്നുമില്ല, ആ കുക്കറിൽ നമ്മൾ ഗ്രീൻ പീസ് വേവിച്ച് വെച്ച കുക്കറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട്, ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ച് എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഇനി കുറുകി വരും ഇരുന്ന് കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു. ഇനി നന്നായിട്ടൊന്ന് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് കറി മാറ്റാം, വേറൊരു ബൗളിലേക്കായിട്ട് മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടിപൊളിയായിട്ട് ഗ്രീൻ പീസ് നല്ല തിക്കായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വട്ടം ചെയ്ത് നോക്കുക. ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അറിയാത്തവർക്കായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അപ്പോൾ അടുത്തത് ഉച്ചക്കലത്തേക്കുള്ള നമ്മുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കലത്തേക്ക് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് കുറച്ച് അധികം കറികൾ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ 4 ഉരുളക്കിഴങ്ങും 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ സാമ്പാറാണ്. പക്ഷെ സാമ്പാർ പരിപ്പില്ലാതെ ഒരു 5 മിനിറ്റ് കൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും തക്കാളി മാത്രമേ ഉള്ളൂ സാമ്പാറിന്. ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് അതിൽ ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ അടച്ച് മൂടി വെച്ചതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ പീസാക്കി മുറിച്ചത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടി. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ടിട്ട് അതും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് അതും ഒന്ന് വേവിച്ചെടുക്കാം. രണ്ടും നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം കേട്ടോ. പിന്നെ നമ്മൾ പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പരിപ്പിന് പകരമായിട്ട് നമ്മൾ വേറൊരു ഐറ്റം ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ആ തിക്നെസ് കറിയിലേക്ക് വരാനായിട്ട്. ഞാനപ്പോൾ ഇതൊരു റീൽസിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ ചാനലിൽ അറിയാത്തവരുണ്ടെങ്കിൽ അവരോട് കണ്ടോട്ടെ എന്ന് എഴുതിയിട്ടിട്ടതാണ്. അപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂണോളം കടലമാവിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം നമ്മളുടെ ആ സാമ്പാറിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിപ്പിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ടപ്പേന്നൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളുടെ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സാമ്പാർ റെഡിയായി. അപ്പോൾ ഇതാണ് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ സാമ്പാറൊക്കെ അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കി എടുക്കുക. നമ്മുടെ അടിപൊളിയായിട്ട് സാമ്പാർ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഒരു വട്ടം ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതിനുശേഷം പിന്നെ അടുത്തത് നമ്മൾ കറി താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വേപ്പിലേക്കിട്ട് കറി താളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഐറ്റം റെഡിയായി. ഇനി അടുത്തത് റെഡിയാക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതും അടിപൊളി തന്നെയാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ വെണ്ടയ്ക്കയുടെ തലയും വാലൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്.
അതിന് ശേഷം അത് ചെറിയ പീസാക്കിയിട്ട്, ഓവർ ചെറിയ പീസല്ല, ഒരു അത്യാവശ്യം മീഡിയം സൈസ് ആക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സംഭവങ്ങൾ അതിലേക്ക് ഇട്ടിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അത് അടുത്തത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ടൈമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റിൽ വെക്കുക, ആ മസാലയൊക്കെ അതിൽ പിടിക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്രൈ ആക്കി എടുക്കാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. ഓവർ വെളിച്ചെണ്ണയൊന്നും വേണ്ട. നമ്മുടെ വെണ്ടയ്ക്കയിൽ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് സംഭവം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇത് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നന്നായിട്ട് വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത കറി റെഡിയായി. ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ 5 മിനിറ്റ് തികച്ച് വേണ്ട, കാരണം വെണ്ടയ്ക്ക പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കി. അപ്പോൾ ഇതും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം. ഇനി അടുത്തത് മൂന്നാമതായിട്ട് ഉണ്ടാക്കുന്നത്, നമുക്ക് ഇതിന് കുറച്ച് ചെറിയുള്ളി മാത്രം മതി. ചെറിയുള്ളി വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഞാൻ ചെറിയുള്ളിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിൻ്റെ മേലേക്ക്. ഇനി അതിന് ശേഷം വാളംപുളി ഉണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത്. പക്ഷെ എനിക്ക് എൻ്റെ അടുത്ത് വാളംപുളി ഇല്ലാത്ത കാരണം ഞാൻ മറ്റേ ചെമ്മിപ്പുളി, ഇരുമ്പുളി എന്നൊക്കെ പറയില്ലേ, ആ സംഭവം ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. തിളപ്പിച്ച് ചെമ്മിപ്പുളിയൊക്കെ ഉടഞ്ഞു പോണ പരുവത്തിലാക്കി എടുത്തിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് ഞെരടി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരൊറ്റ കറിയുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. അങ്ങനെ അത് അടുത്തത് റെഡിയായി. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് മുരിങ്ങയില വെച്ചിട്ടാണ്. മുരിങ്ങയിലൊക്കെ ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിനൊരു കറി പോലെ ആക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു, 2 പച്ചമുളക് ഇട്ട് കൊടുത്തു, പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയില അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ അരപ്പിലിട്ടത് കാരണം ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് ആ മുരിങ്ങയില ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മുരിങ്ങയില വെന്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി റെഡി. ഇതും പെട്ടെന്ന് കറിക്ക് ഒന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് മുരിങ്ങയിലയുടെ ഗുണങ്ങളൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അത് കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഐറ്റം, ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഈ സംഭവത്തിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാക്കി എടുക്കുന്നുണ്ട്. ഇനി അടുത്തത് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ ബീറ്റ്റൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് അടുത്തതായിട്ട് ഉപ്പിട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പൊടികളെല്ലാം മിക്സ് ആയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് അടച്ച് മൂടി വെക്കുന്നുണ്ട് വേവിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ടായി. ഞാനപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊക്കെ വേവിച്ചെടുക്കുമായിരുന്നു കേട്ടോ. അതിനുശേഷം അതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ച്, തേങ്ങ അരയ്ക്കണമൊന്നുമില്ല, കുറച്ച് തൈര് മാത്രം അതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ 5 മിനിറ്റ് കൊണ്ടുള്ള 5 വിഭവങ്ങൾ റെഡിയായി. നിങ്ങൾക്കപ്പോൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസും വീഡിയോസും ഒക്കെ ഞാൻ ഇനിയും ചാനലിലിടാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക. ഇനി വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ മുടങ്ങാതെ കാണുക. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക.